രാമേശ്വരത്തെ ശ്രീരാമക്ഷേത്രമാണ് ഈ കാണുന്നത്. ഒരു 1.5-2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഒന്ന് തൊഴാൻ സാധിച്ചത്. ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് പോകുന്ന വഴിയാണ്. ഒരുപാട് വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ക്ഷേത്രമാണ്. നമുക്ക് നടന്നാലും കണ്ടു തീരാൻ പറ്റത്തില്ല. അതുപോലത്തെ ക്ഷേത്രമാണ് ഉള്ളിൽ തന്നെ. പക്ഷേ ഞങ്ങൾ മുഴുവനും നടന്ന് കണ്ടതൊന്നുമില്ല. എവിടെ കൂടെ കയറി എവിടെ കൂടെ ഇറങ്ങിയെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ പുറത്ത് വന്നു. പക്ഷേ പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ചെരുപ്പിട്ട ഭാഗത്തല്ല നമ്മൾ ഇറങ്ങിയേക്കുന്നത്. തിരിച്ച് അമ്പലം ചുറ്റി വേറെ ഭാഗത്ത് ചെല്ലണമെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇത് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹിച്ചു. 1-2 മണിക്കൂർ ക്യൂ നിന്നതല്ലേ, ദാഹിച്ച് അവിടെ വെള്ളം വെച്ചേക്കുവാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ആണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ചെരുപ്പെടുക്കാനായിട്ട് പിന്നെയും തിരിച്ച് ഒരുപാട് നടക്കേണ്ടി വന്നു. വന്നിറങ്ങി എവിടെയാണോ ചെറുപ്പ് എടുക്കുന്ന പേട്ടാവുമ്പോ അത് അപ്പടി എടുക്കുന്ന പേട്ടാ നേരെ ഞാൻ കണ്ടിട്ട് ഇവിടെ എങ്ങും അല്ല, അപ്പുറം പോണെന്ന് തോന്നുന്നു.
സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. നമ്മുടെ ഷർട്ടൊക്കെ നനഞ്ഞ് കുഞ്ഞിരിക്കുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇതും രാവിലെ സമയം എന്ന് പറഞ്ഞാൽ 10 മണി സമയമാണെന്ന് ഓർക്കണം. എന്നിട്ട് നോക്കിക്കേ ചൂട്. ഇപ്പോഴാണ് നമ്മൾ ചെരുപ്പ് ഇട്ട സ്ഥലത്തെത്തിയത്. ചെരുപ്പ് നമ്മളൊരു സ്ഥലത്ത് വെച്ച് 10 രൂപ 20 രൂപ എന്തോ കൊടുക്കുകയും കൂടെ വേണമായിരുന്നു. ഇതുപോലെ ചെരുപ്പ് നമ്മുടെ ഓരോ സ്ഥലത്ത് നമ്മൾ അവിടെ വെപ്പിക്കും. അമ്പലത്തിൻ്റെ പുറത്ത് സൈഡ് തന്നെയാണ്. അമ്പലത്തിൻ്റെ സൈഡും മെയിൻ റോഡ് സൈഡും കൂടിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ധനുഷ്കോടി എത്തിയേക്കുവാണ്. തീ പോലത്തെ വെയിലാണ്. തീ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ ഇടുക്കിയിൽ നിന്ന് പോയതായതുകൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തീയാണ്. ഒരു കണക്കിനാണ് അവിടെയൊക്കെ ഒന്ന് ഓടി കണ്ട് നടന്നത്. ശരിക്കും ഞങ്ങൾ ചെന്നത് അവിടെ ഒരു 12 മണി സമയം. ആ സമയം ഓർത്ത് നോക്കി എന്തൊരു ചൂടും വെയിലൊക്കെ ആയിരിക്കും. അതുപോലത്തെ ചൂടാണ്. പൊള്ളി അടന്നു പോവുക. ഇവിടെ നിന്നാൽ ശ്രീലങ്ക കാണാം, അങ്ങനെ കാണാം, ഇങ്ങനെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അവിടെ ഒരു ബൈനോക്കുലറുണ്ട്. ബൈനോക്കുലർ കൂടെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ശ്രീലങ്കയുടെ എന്തോ ഒരു സ്തൂപമോ എന്തോ ലൈറ്റ് ഹൗസോ അങ്ങനെ എന്തോ കാണാമെന്ന് പറയുന്നുണ്ട്. അതിന് 10 രൂപ 20 രൂപ മറ്റെയാണ്. ഞാൻ കണ്ടില്ല. പിള്ളേരൊക്കെ നോക്കിക്കണ്ടു. കണ്ടോ, നോക്കിക്കുക. തീ പോലത്തെ വെയിലാണ്. ഒരു തണലെന്ന് പറഞ്ഞാൽ ഒരു തണലിലെത്ത സ്ഥലം. 2 സൈഡല്ല 3 സൈഡും എല്ലാ സൈഡും കടൽ വേണമെന്ന് പറയാം. കടലിനെ ചുറ്റി കിടക്കുക. ഒരു സൈഡ് നല്ല തിരയുള്ള കടലും അടുത്ത സൈഡ് തിരയില്ലാത്ത കടലും. ആ തിരയുള്ള കടലിൽ നിന്നാണ് വന്ന് അടിച്ച് കയറി വെള്ളം റോഡിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ അതിനും കൂടെ സൈലൻ്റ് ആയിട്ടാണ് അപ്പുറത്തെ കടൽ കിടക്കുന്നത്. ഇതാണ് പൈസ കൊടുത്തിട്ട് ശ്രീലങ്ക കാണാമെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കാനായിട്ട് നിന്നതാണ്. लास्ट वाला जमीन के ऊपर काला वाला श्रीलंका लाइट हाउस खंबा और में जाएगा दिख रहे 18 किलोमीटर दूर में ഇരിക്കുന്നവരാണ് നമ്മൾ അവരാണ് നമ്മളെ ഇതൊക്കെ കാണിച്ചു തരുന്നത്. തിരിച്ചെങ്ങനെയെങ്കിലും വണ്ടിയെ കയറണം എന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമല്ലായിരുന്നു. വണ്ടിയിൽ AC ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓടിപ്പോയിട്ടാണ് വണ്ടിയെ കയറിയത്. അവിടെ എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുകൊണ്ട് എനിക്കിപ്പോൾ പനി പോലെ സ്വരമൊക്കെ ഒരു ഇതായിട്ട് വന്നത്. ഇപ്പം നമ്മൾ പോരുന്ന വഴി തന്നെ കട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1 മണി സമയമായി. കടയായിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ചുമ്മാ ഷെഡായിട്ടാണ് കെട്ടിയേക്കുന്നത്. അപ്പുറം മീന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കൊച്ചിങ്ങനെ പറയുന്നുണ്ട് ഫിഷ് ഫ്രൈ എവിടെയെന്ന് വെച്ചാൽ നല്ലത് നോക്കി കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതുണ്ട്, ഇവിടെയാണ് കടലിൻ്റെ ഇത് അടിച്ചു കയറുന്നത്. ഈസ്റ്റ് സൈഡിൽ നിന്ന് കടലിങ്ങനെ വെള്ളം അടിച്ചു കയറുകയാണ്. പക്ഷേ ഈ വലത്ത് സൈഡിലെ കടലെന്ന് വെച്ചാൽ സൈലൻ്റ് ആയിട്ട് കിടക്കുവാണ്. വെള്ളം തിരയില്ല, അടിച്ച് കണ്ട ആ സൈഡ് അവിടെ തിര അടിച്ചു കയറുന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇടത്ത് സൈഡിൽ അടിച്ചു കയറി റോഡിൽ വരെയും തിര ഇവിടുന്നാണ് കാറ്റ് ഇങ്ങോട്ട് വീശുന്നത്. ഇവിടെ കഴിഞ്ഞ് ഈ ഒരു നടക്ക് വെച്ചിട്ടുണ്ടോ അവിടുന്ന് ഇവിടുന്ന് കാറ്റ് അങ്ങോട്ടാ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. റോഡാണ്. എല്ലാവരും കുടിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, പോകുന്നവർ ഈ സമയത്തൊന്നും ചെല്ലരുത്. ഈ ചൂട് സമയവും അതുപോലെ തന്നെ ഉച്ച സമയത്ത് എൻ്റെ പൊന്നെ താങ്ങാൻ പറ്റത്തില്ല. എത്ര വേഗത്തുനിന്ന് വന്നവരാന്ന് പറഞ്ഞാൽ ഇവിടെ താങ്ങാൻ പറ്റത്തില്ല. തീയാണ്. തീയിലേക്ക് എങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങുന്നു ആ ഒരവസ്ഥയാണ്. തീയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തീയാണ്. ഇത്രയും ദൂരം കണ്ടോ, ഇത്രയും വണ്ടി ഓടിച്ചിട്ട് പോലും ആ ഒരു നേരെയുള്ള വഴിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ആയിട്ടില്ല.
ഇങ്ങനെ വന്നപ്പോഴാണ് ഈ സൈഡിലൊരു ഇത് കണ്ട, ഇത് തന്നെ ഹോട്ടൽ എന്ന് പറയുന്നത്. ഹോട്ടൽ എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഇതുപോലെ മണലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെഡ് പോലെയൊക്കെ വെച്ച് മറച്ചത്. ഇത് ഇവിടെയാണ് ഞങ്ങൾ കയറിയത് കണ്ടോ. അപ്പം ഞങ്ങൾ ആദ്യം നോക്കിയത് മീന്. അപ്പോൾ അവർ വന്ന് പറയുവാണ് മീൻ ഇറങ്ങി വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീന് ഫ്രൈ ചെയ്ത് തരാമെന്ന് പറയുവാണ്. അപ്പം ഞങ്ങൾ മീനെ നോക്കാനായിട്ട് കയറിയതാണ്. ഇത് കണ്ടോ, ആ ചേട്ടൻ അപ്പോൾ ഇതൊക്കെ തുറന്നു തന്നു. അപ്പം നമ്മൾ സെലക്ട് ചെയ്യണം ഇതിൽ ഏത് മീൻ വേണമെന്ന്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി സെലക്ട് ചെയ്യുവാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഒരു വെള്ള കളർ ഇത് ഈ ഒരു മീനാണ്. 750 രൂപയാണ് അതിൻ്റെ വില പറഞ്ഞത്. അപ്പം അത് തന്നെ വാങ്ങിച്ചു. 1.5 കിലോയ്ക്ക് മീനുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഉണ്ട്, കണ്ടിട്ട് തന്നെ നല്ല വലിയ മുഴുത്ത മീനാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ കറുത്ത കളറുള്ള മീനിന് അത്ര വിലയില്ല, 500 രൂപയേ ഉള്ളൂ. പക്ഷെ അത് വലിയ കണ്ട ഇത് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ പുള്ളി കാണിച്ച മീൻ തന്നെ ഞങ്ങൾ വാങ്ങി. അപ്പുറത്ത് കണമ്പോ അതൊക്കെ ഉണ്ട്. അതാ ആ മീനാണ് ഞങ്ങൾ വാങ്ങി. ഇപ്പോൾ ആ പുള്ളി അങ്ങ് വെച്ച മീനാണ് ഞങ്ങൾ വാങ്ങിയത്. അതെടുത്തപ്പോൾ അത്ര വലിയ ഇത് തോന്നിയില്ല. അതുകൊണ്ട് ഈ മീന് വാങ്ങിച്ചു. ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു ഷെഡാണ്. അവരുടെ അകത്തൊക്കെ മണലും ഇതൊക്കെയാണ്. സെലക്ട് ചെയ്യാൻ കുറച്ച് നേരം എടുത്തു. ഞാൻ ചോദിക്കുമായിരുന്നു അത് എന്ത് മീനാന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു തരുവാണ്. അന്നേരം പറയുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, ടേസ്റ്റ് ഉണ്ടായില്ലെന്ന് നമ്മൾ ആ മീൻ കൂട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളെടുത്തത് ഈ മീൻ തന്നെയാണ്. അപ്പോഴാണ് പറഞ്ഞ ചോറ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവർ മീൻ വെട്ടുന്ന സമയത്ത് ഞങ്ങൾ മീൻ വെട്ടി ഫ്രൈ ആക്കുന്ന സമയത്ത് ഞങ്ങൾ ചോറുണ്ട്. പക്ഷെ അവരുടെ മീൻ കറിയൊന്നും നമുക്ക് പിടിച്ചില്ല കേട്ടോ. എന്തോ ഒരു ചൊവയോ, മാങ്ങയുണ്ട്, അതുപോലെ തന്നെ തക്കാളിയുണ്ട്, മത്തി എന്തോ മീനാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചെറിയ കഷ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ടു പുള്ളി. പക്ഷേ ചാറും ഇതൊക്കെ കോരി ഇടുമായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കോരിയിട്ടു. പക്ഷെ ഫുഡ് കഴിക്കാൻ പോലും തോന്നത്തില്ലായിരുന്നു. കാര്യം ചൂടെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മേത്തുകൂടെയൊക്കെ വെള്ളം ഒഴുകുമായിരുന്നു. ചൂടാ. ഞങ്ങൾ മീനാണ് കേട്ടോ, ഞങ്ങൾ വാങ്ങിയ മീനാണ്. ഒരു ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചോറെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ചോറ്. ആ ചോറൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അത്രയ്ക്ക് വിശപ്പായതുകൊണ്ട് ഒരു ശകലം കഴിച്ചെന്ന് വരുത്തി എണീറ്റു. അപ്പോഴാണ് മീൻ ഫ്രൈ ആയി വന്ന് കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ അതും കൂടെ കഴിക്കാനായിട്ട് ചെന്നു. കണ്ട, ഇതാണ് മീൻ ഫ്രൈ ആക്കി കിട്ടിയത്. ആദ്യം ഓർത്ത് തീരുകയില്ല, ഒരു ചൊവ്വയൊക്കെ കാണുമെന്ന് ഓർത്ത്. പക്ഷേ സാധനം നല്ലതായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇവിടുന്നൊക്കെ കുറച്ചെടുത്ത് കഴിച്ചു. ഒരു കഷ്ണം ഫുള്ളായിട്ടൊന്നും കഴിച്ചില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് കഴിച്ചു. നല്ല ചൂടും അതുപോലെ തന്നെ ഈ വെയിലും. വിയർത്തൊഴുകുമായിരുന്നു. വിയർത്തൊഴുകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിയർപ്പായിരുന്നു. അതുകൊണ്ട് ഊതിയും പിടിച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കഴിച്ചെന്ന് വരുത്തി ഞാൻ പോകുന്നു. പക്ഷെ കളഞ്ഞില്ല കേട്ടോ. സുനാമിയോ ഒക്കെ വന്നപ്പോ തകർന്ന് കണ്ടതാണ്. ഞങ്ങളിന്ന് നേരെ പോകുന്നു. അടുത്ത ഞങ്ങൾ എത്തിയത് അബ്ദുൽ കലാമിൻ്റെ സ്മാരകം ഉള്ള സ്ഥലത്താണ്. ഇത് പുറത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ, ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇത് ഇത്രയും കാണിച്ചിട്ട് ഞാൻ ഫോണ് തിരിച്ച് അവരുടെ കയ്യിൽ, പുറത്ത് ആൾക്കാർ നിൽപ്പുണ്ട് ഫോണൊക്കെ മേടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ തന്നെ കൊടുത്തിട്ട് പോയി. പിന്നെ അകത്തെ കാഴ്ചയൊക്കെ നമുക്കൊന്ന് കയറട്ടെ, പക്ഷേ കാണാൻ പറ്റത്തില്ല. അവർ മൊബൈൽ അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയാണ് പുറമൊക്കെ കാണാനായിട്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഈ ചൂട് അവിടെയും ഉണ്ട് കേട്ടോ. ഇത് രാമേശ്വരമാണ്. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്.
റൈറ്റ് സൈഡിലത്തെ അന്ന് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ അതിമനോഹരമായിരുന്നു കേട്ടോ. അബ്ദുൽ കലാമിൻ്റെ പ്രതിമകളും പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഒരു സ്റ്റാച്ചു രൂപത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം മരിക്കുന്ന അതുവരെയും വെച്ചിട്ടുണ്ട്. കാര്യം AC ഉണ്ടായിരുന്നു. ഈ ചൂടത്ത് ആ AC-യുടെ അകത്ത് പോയി കയറിയപ്പോൾ അതും നല്ല സുഖമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിനകത്തുള്ള കാഴ്ചകളും അതിമനോഹരമായിരുന്നു. മരിക്കുന്ന സമയം എങ്ങനെ മരിച്ചെന്നും കുഴഞ്ഞു വീഴുന്നതും ഓടി ചെല്ലുന്നതും എടുക്കുന്നതും മരിക്കുന്നതും എല്ലാം അവിടെ എന്തോ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പാമ്പപ്പാലമാണ്. പാമ്പപ്പാലത്തിൻ്റെ സൈഡ് വഴി ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ പാമ്പപ്പാലം അല്ലെങ്കിലും എടുക്കണമെന്ന് ഓർത്താ വീഡിയോ പിടിക്കണമെന്ന് ഓർത്താ ഇരുന്നത്. അതിൻ്റെ സൈഡ് വഴി ട്രെയിനും കൂടെ പോയപ്പോഴത്തേക്ക് അതൊരു അതിമനോഹര കാഴ്ചയായിട്ട് തോന്നി. അത് അന്നേരമാണ് അവിടെ നിർത്തിയിട്ട്. പക്ഷെ അവിടെ നിർത്തത്തില്ല, എന്നാലും ഞങ്ങൾ നിർത്തിയിട്ട് അതെടുത്തതാണ്. ഇത് കണ്ട, ഇത് പാമ്പപ്പാലമാണ്. ഇതാണ് പാമ്പപ്പാലം. ഈ പാലമില്ലെങ്കിൽ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥ തന്നെ. ഈ പാലത്തെ കയറിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. ഇതില്ലെങ്കിൽ അവിടെ പെട്ടുപോയി. അത്രയും ജനങ്ങൾ അവിടെ, കുറച്ച് സ്ഥലവും ആ ജനങ്ങളും അവിടെ പെട്ടുപോയി. അപ്പുറം ഇപ്പുറം മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ചൂട് നമ്മളെ ഒന്നും കാണിക്കത്തില്ല. അസഹനീയമായ ചൂടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴും ബൈ.